ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പഴവും റവയും ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. പഴം എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഞാനതോടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അത് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ലെവലിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കനം കുറഞ്ഞാലും കൂടിയാലൊന്നും പ്രശ്നമില്ല. പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്ര അങ്ങ് പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് ഇതൊന്നിങ്ങനെ വാടി വരില്ലേ, ആ ഒരു സമയത്ത് നമുക്കിതിലോട്ടൊരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഇത്രയും തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു അരക്കപ്പ് തേങ്ങ ഉണ്ടാവും. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു പഴത്തിൻ്റെ മധുരം കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇനി റവ ചേർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അതിലോട്ടുള്ള ഒരു മധുരം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിലോട്ട് പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഏലക്ക പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ലെവലാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാവുന്നതാണ്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുമിച്ച് ചേർക്കരുത്. ഇതുപോലെ അങ്ങനെ കുറച്ചിട്ടിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഒരു പാകത്തൊരു അളവിൽ കിട്ടുന്നതാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഞാനൊരു അളവ് പറയുന്നില്ല. നിങ്ങൾ എടുക്കുന്ന ആ ഒരു പഴത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് റവയുടെ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം. എനിക്ക് ഏകദേശം ഒരു അരക്കപ്പ് റവയൊക്കെയാണ് ആവശ്യം വന്നിട്ടുള്ളത്. ഇനി ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലിങ്ങനെ കയ്യിൽ പിടിക്കാൻ പാകത്തിന് കിട്ടണം. ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ബോളായിട്ടോ ഇഷ്ടമുള്ള കട്ട്ലേറ്റ് പോലെ അങ്ങനെയൊക്കെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഉന്നക്കായൊക്കെ റെഡിയാക്കുന്ന പോലെ ഈ ഒരു ഷേപ്പിൽ മൊത്തത്തിലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. കയ്യിൽ എണ്ണയോ വെള്ളമോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അത് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ പഴുത്ത പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. ഈ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒറ്റ പ്രാവശ്യം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. തീ ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത്. ആ ഒരു സമയത്ത് പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം 1 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട പാടെ തിരിച്ചിട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ മൊത്തത്തിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കില്ല. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി ഒരുപാട് കളറങ്ങ് മാറാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. എല്ലാം കൂടെ ഒന്നങ്ങ് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ പുറം ഭാഗം ക്രിസ്പി, അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.